الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട് കേരളത്തിൻ്റെ ആരോഗ്യ സ്ഥിതി വളരെയേറെ ലോകാടിസ്ഥാനത്തിൽ പ്രശംസിക്കപ്പെടുന്നതാണ്. വികസിത രാജ്യങ്ങളുടെ ഒപ്പമെത്തുന്ന രൂപത്തിലാണ് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. കാരണം കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരോഗ്യം വളരെ കൂടുതലാണ് കേരളത്തിൽ. ശിശുമരണ നിരക്ക് വളരെ കുറവാണ്. അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സാമൂഹിക ആരോഗ്യ രംഗത്തൊക്കെ വളരെ മുന്നിലാണ്. നിപ്പ പോലുള്ള പകർച്ചവ്യാധി വന്നപ്പോൾ അതിനെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒറ്റക്കെട്ടായ ശ്രമമൊക്കെ ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പല വെല്ലുവിളികളും ആരോഗ്യരംഗത്ത് കേരളം നേരിടുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ അമിതവണ്ണം, കൊഴുപ്പ് പോലുള്ള പല സംഗതികളും ഒരു ഭാഗത്തുണ്ട്. പറഞ്ഞു വരുന്നത്, ശരീരത്തിൻ്റെ ആരോഗ്യ രംഗം വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് നമ്മൾ. വ്യായാമം, വെള്ളം കുടിക്കൽ ഒക്കെ വളരെ നല്ലതാണ്. മരിക്കുന്നത് വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ഇതൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നാൽ മരിച്ചതിന് ശേഷവും ആരോഗ്യകരമായ ഒരു ജീവിതം നമുക്ക് വേണം. അത് ചർച്ച ചെയ്യാനാണ് നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ആത്മീയ ആരോഗ്യം, ഒരാത്മീയമായ എക്സസൈസ് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ലഭിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ ആത്മീയ ആരോഗ്യ രംഗം മെച്ചപ്പെടുക. ഒരുപാട് രോഗങ്ങളുണ്ട് ആത്മീയമായി. ആ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനും അതിൻ്റെ ചികിത്സ പഠിപ്പിക്കാനും അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പഠിപ്പിക്കാനുമാണ് അല്ലാഹു തആല വേദഗ്രന്ഥം ഇറക്കിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചത്.
ആത്മീയ രംഗം മോശമാകുന്ന സമയത്താണ് ശരിക്കു പറഞ്ഞാൽ ദുസ്വഭാവിയായി തീരുന്നത്. ഏറ്റവും വലിയ രോഗങ്ങളുടെ കൂട്ടത്തിൽ എണ്ണുന്ന മാരക രോഗമാണ് മനുഷ്യന്റെ വെറുപ്പ് എന്നത്. അറബിയിൽ ഖളബ് എന്നാണ് പറയുക. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ, ആ സൃഷ്ടിപ്പിൽ ഉൾക്കൊള്ളിച്ച 3 അടിസ്ഥാനപരമായ പ്രകൃതങ്ങൾ. ആ പ്രകൃതങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ വെറുപ്പ്. മറ്റ് 2 അൽ ഖുവ്വത്തുൽ അഖലിയ എന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുള്ള വകതിരിവ്, ബുദ്ധിപരമായ, അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയതാണ്. മറ്റൊന്ന് അൽ ഖുവ്വത്തു ശഹവാനിയ എന്ന് പറയാം, ആസ്വാദനത്വരത. തനിക്ക് ഇഷ്ടമുള്ളത് ആസ്വദിക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ളവനാണ് മനുഷ്യൻ. അതിനൊരുപാട് തലങ്ങളുണ്ട്, പല മേഖലകളുമുണ്ട്. അടിസ്ഥാനപരമായി നമുക്കതിനെ ആസ്വാദനത്വരത എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 3ാമത്തതാണ് അൽ ഖുവ്വത്തുൽ ഖളബിയ്യ അഥവാ പ്രതിരോധ മേഖല. തനിക്ക് ഇഷ്ടമില്ലാത്തതിനെ പ്രതിരോധിക്കുക. ഈ ഒരു സ്വഭാവം മനുഷ്യന്റെ പ്രകൃതത്തിൽ അല്ലാഹു തആല ഉണ്ടാക്കിയതാണ്. വെറുപ്പ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചീത്ത കാര്യമൊന്നുമല്ല. അത് ആവശ്യമാണ്. മനുഷ്യന് ആവശ്യമായ അളവിൽ അതുണ്ടാകണം. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റാലും സമ്പത്തിന് ക്ഷതമേറ്റാലും അദ്ദേഹത്തിന്റെ ആദർശത്തെ തള്ളിപ്പറഞ്ഞാലും ഒന്നിനും യാതൊരു വെറുപ്പുമില്ല. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന രൂപത്തിലാണെങ്കിൽ അതൊരു പ്രശംസാർഹമായ നിലപാടല്ല. ഇനി വെറുപ്പിന്റെ വിഷയത്തിൽ മറ്റൊരു മേഖലയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വെറുപ്പ് എന്ന ഘടകം അദ്ദേഹത്തിന്റെ ബുദ്ധിക്കോ അദ്ദേഹത്തിന്റെ ദീനിനോ ശരീഅത്തിനോ പിടിച്ചാൽ കിട്ടാത്ത വിധം ആ മേഖലയിലൊന്നും വെറുപ്പിന്റെ കടിഞ്ഞാണില്ല. വെറുപ്പ് പിടിച്ചാൽ പിന്നെ അദ്ദേഹം എന്തൊക്കെയാ ചെയ്യാന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ആ രൂപത്തിൽ പിടുത്തം വിടുന്ന ആളുകളുണ്ട്. അതാണ് മദ്മൂം, ആക്ഷേപാർഹമായ വെറുപ്പ്. അതാണ് രോഗം. ഇനി ചില വെറുപ്പുകളുണ്ട്, അത് അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെയും ശരീഅത്തിന്റെയും പരിധിയിലുള്ളതാണ്. ആവശ്യമുള്ള ഘട്ടത്തിൽ ആവശ്യമുള്ള അളവിൽ അത് അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അത് പ്രശംസാർഹമാണ്. അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ. ഏതായാലും മനുഷ്യന്റെ വെറുപ്പ് എന്ന ഈ ഘടകം അത് രോഗമായി മാറുന്നത്, അപകടകരമാകുന്നത്, നരകത്തിലേക്ക് പോകാൻ കാരണമായി തീരുന്നത് പൈശാചിക ഇടപെടലുകൾ ഉണ്ടാകുന്ന സമയത്താണ്. ഇത്തരം ചില സംഗതികളാണ് പിശാച് നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. കൃത്യമായി മനസ്സിലാക്കേണ്ട മേഖലകളാണ്. അഥവാ ശരീരത്തിന്റെ രോഗം ബാധിക്കുന്നത് ഭൗതികമായ അണുക്കൾ, രോഗാണുക്കൾ കൊണ്ടാണെങ്കിൽ, അതുപോലുള്ള കാരണങ്ങൾ ഭൗതികമായിട്ടുണ്ടെങ്കിൽ, മനുഷ്യന്റെ ആത്മാവിന് രോഗം പിടിപ്പിക്കാൻ, അതിനെ വികൃതമാക്കാൻ, അതിനെ അതുവഴി നരകത്തിലെത്തിക്കാൻ, അതുപോലെ തന്നെ അല്ലാഹു തആല നിശ്ചയിച്ച കാരണത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് പൈശാചികമായ ഇടപെടലും ദുർബോധനും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വഇമ്മ യൻസിഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. വല്ല ദുഷ്പ്രേരണയും പൈശാചികമായി നിന്നെ വ്യതിചലിപ്പിച്ചു കളഞ്ഞാൽ, ശരീഅത്തിന്റെ മേഖലയിൽ നിന്ന്, അള്ളാഹുവിന്റെ ത്വാഅത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന വിധത്തിലുള്ള പൈശാചികമായ ഇടപെടലുണ്ടായാൽ നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനാകണം. നീ തിരിച്ചറിയണം. കാരണം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ
നാം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി വീട്ടിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന മേഖലകളിലൊക്കെ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. അപ്പൊ നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ ആരെയാണോ വെറുക്കുന്നത് ആ വ്യക്തിയുടെ മേൽ നമുക്കുള്ള കഴിവിനേക്കാൾ എത്രയോ വലുതാണ് നമ്മുടെ മേൽ അള്ളാഹുവിനുള്ള കഴിവ്. അള്ളാഹു ഏത് രൂപത്തിലും നമ്മെ കൈകാര്യം ചെയ്യും. നമ്മളൊരാളെ വെറുത്താൽ എല്ലാ രൂപത്തിലും അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല, പരിമിതമായ രൂപത്തിലേ പറ്റുള്ളൂ. അപ്പൊ എത്രയോ കഴിവുള്ള അള്ളാഹുവിന്റെ ദാസനാണ് എന്ന ഓർമ്മ വേണം. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് പ്രശംസിച്ചുകൊണ്ട് വൽകാളിമീനൽ ഗൈദ്, വെറുപ്പ് വിഴുങ്ങിക്കളയുന്നവർ, വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ. അത് എനിക്ക് അള്ളാഹുവിന്റെ അഫ്വ് വേണം, മാപ്പ് വേണം. ഞാൻ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ആലോചിക്കണം. ഒരു വേള വെറുപ്പ് പിടിക്കുമ്പോ തലാഖ് സംഭവിച്ചേക്കാം, കൊലപാതകം നടന്നേക്കാം, അടി നടന്നേക്കാം, പിന്നീട് നന്നായാൽ പോലും പൊറുക്കപ്പെടാത്ത വിധത്തിലുള്ള സംസാരിച്ചേക്കാം. ഇതെല്ലാം ഉണ്ടാകും. അവിടെയാണ് നമ്മൾ നിയന്ത്രണ വിധേയരാകേണ്ടത്. അതുപോലെ തന്നെ വെറുപ്പ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ രൂപം പിന്നീട് ഒരിക്കൽ കാണുകയാണെങ്കിൽ നമ്മൾ പോലും ഇഷ്ടപ്പെടൂല. ആകെ മുഖമൊക്കെ ചുവന്ന് തുടുത്ത് ഒരു പൈശാചികമായ അനുഭവം, സംസാരത്തിന്റെ ശൈലി മാറിയിരിക്കുന്നു, ആകെ മുഖമൊക്കെ വീർത്തിരിക്കുന്നു. പിന്നീട് ഒരിക്കൽ നമ്മൾക്ക് തന്നെ അത് വീഡിയോ എടുത്തിട്ടോ മറ്റോ കാണിച്ചു തരികയാണെങ്കിൽ നമ്മളിത് ഇഷ്ടപ്പെടൂല. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുന്നത് വെറുപ്പ് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വൈജ്ഞാനികമായ ചികിത്സയ്ക്ക് പുറമെ ചില ഇടപെടലുകൾ പറഞ്ഞു തന്നു. നീ വെറുപ്പ് പിടിക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ അവിടെ കിടക്കണം. ചില സമയത്ത് ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയി കളയേണ്ടി വരും. വുളൂ ചെയ്യണം. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തരികയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വളബ് എന്ന് പറയുന്ന, വെറുപ്പ് എന്ന് പറയുന്ന ഈ സ്വഭാവം അങ്ങ് അടങ്ങിപ്പോകും. പക്ഷെ അത് അടങ്ങിയാലും ചില ആളുകളുടെ ഉള്ളിലുണ്ടാകും. തീ ആളിക്കത്തല് നിന്നാൽ ആ വെണ്ണീരിന്റെ ഉള്ളിൽ കനലായിട്ട് നിൽക്കുന്നുണ്ടാകും ആ തീ. അതിന് അറബി പറയാ ഹിഖദ് എന്ന്. നമ്മൾ പക എന്ന് പറയും. പോര്, പക, കേട് എന്നൊക്കെ പറയാറില്ലേ? വലിയ കേടനാണ്, പകയാണ്. നടപ്പിൽ വരുത്താൻ കഴിയാതെ തക്കം കിട്ടിയാൽ പ്രയോഗിക്കാം എന്ന രൂപത്തിൽ മനസ്സിൽ പകയുമായി നടക്കുന്ന അവസ്ഥക്കാണ് ഇഖദ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് നമസ്കരിച്ചു, നോമ്പെടുത്തു, ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഈ ആത്മീയ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇല്ല, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമില്ല. കേട് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹൃദയം കേടാണ് എന്ന, കേടുള്ള ഹൃദയം സ്വർഗത്ത് കൊണ്ടുപോവില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പരിശുദ്ധമായ ഹൃദയവുമായി പോകണം. അപ്പോൾ വെറുപ്പിന്റെ മറ്റൊരു ഉൽപ്പന്നമാണ് കേട് എന്ന് പറയുന്നത്, ഹിഖദ് എന്ന് പറയുന്നത്. ആ ഹിഖദിന് കേട് ഒരു മനുഷ്യനുണ്ട് അഥവാ നമുക്കുണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? മറ്റവന്റെ കേട് നമുക്ക് മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ. ആളുകൾ ഇത്തരം വിഷയം പറയുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുക. അത് വേണ്ട, ഞാൻ എന്നെ പറ്റി ആലോചിക്കുക, നിങ്ങൾ നിങ്ങളെ പറ്റി ആലോചിക്കുക. ഹിഖദുള്ള ആളാണോ കേടുള്ള ആളാണോ? ഒരുപാട് അടയാളങ്ങൾ ഉണ്ട് അതിന്. ഒന്നാമത്തെ അടയാളം, ഉള്ളിൽ കേടുണ്ട് എന്നതിന്റെ അടയാളമാണ് ഹസദ്, അസൂയ. ആരോടെങ്കിലും കേടുണ്ടെങ്കിൽ, ഉള്ളിൽ വെറുപ്പ് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് അസൂയയായിരിക്കും. അസൂയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വല്ല അനുഗ്രഹങ്ങളും കിട്ടിയാല് ഇനി പോനെ കാണാൻ കഴിയൂലല്ലോ, ഓന്റെ ഗമ എന്നൊക്കെ ഉള്ളൊരു വിചാരം, അത് വേണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ്.
ഈ അസൂയ ഉണ്ടാകും. അതുപോലെ തന്നെ ആരോടാണോ വെറുപ്പുള്ളത്, കേടുള്ളത്, ആ വ്യക്തിക്ക് വല്ല മുസീബത്തും വന്നു, ഒരു ജോലി നഷ്ടപ്പെട്ടു, കച്ചവടം പൊട്ടി, ഇതുപോലുള്ള എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഈ വ്യക്തിക്ക് നല്ല സന്തോഷമായിരിക്കും. അതുകൊണ്ടല്ലേ ദുആ ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വമിൻ ശമാത്തത്തിൽ അഅദാ, ശത്രു സന്തോഷത്തെ തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു. നമ്മുടെ ശത്രുവിന്, നമ്മളോട് പകയുള്ള ആൾക്ക് സന്തോഷിക്കാനുള്ള ഒരവസ്ഥ അല്ലാഹ് നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കല്ലേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഈ കേടുള്ള വ്യക്തിക്ക് ബന്ധക്കുറവുണ്ടാകും, ഒരു വലിയ ബന്ധം ഉണ്ടാവില്ല. അപ്പൊ നമുക്കാരോടെങ്കിലും ബന്ധക്കുറവുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ വ്യക്തിയോട് നമുക്ക് പകയുണ്ട്, കേടുണ്ട്. എന്തിനാ തിരിച്ചറിയുന്നത്? അതിനെ ചികിത്സിച്ച് നന്നാക്കണം, നമുക്ക് സ്വർഗത്തിൽ പോകാൻ. അതുപോലെ തന്നെ ആരോടെങ്കിലും കേടുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ പ്രകടമാകുന്ന മറ്റൊരു സ്വഭാവമാണ് പരിഹസിക്കുക, നിസാരവൽക്കരിക്കുക. അവരെന്ത് ചെയ്താലും അതായിപ്പിത് വളരെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതിനെ കാണുക, പരിഹസിക്കുക, അവരെ ഗീബത്ത് പറയാ, ഏഷണി പറയാ. ഇതൊക്കെ കേടുള്ളത് കൊണ്ടാ, ഉള്ളു കേടായത് കൊണ്ടാ ഇതൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ എങ്ങനെയാണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ആണെങ്കിൽ സ്വർഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ മനസ്സ് നന്നാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കൂടുന്നത്. അതുപോലെ തന്നെ യാതൊരുവിധ ദയയില്ല, ദാക്ഷിണ്യമില്ല. ആ പകയുള്ള വ്യക്തിക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വരാൻ പോകുന്നുണ്ട്, നമുക്കറിയാം. ഇന്ന് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ട് എന്ന് പറയൂല, പറഞ്ഞു കൊടുക്കൂല, അനുഭവിക്കട്ടെ എന്ന്. ഞാനെന്തിനു പറയണം? ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ ആർക്കൊക്കെ ഉണ്ടോ അത് മനസ്സ് വൃത്തിയില്ലാത്തതിന്റെ പേരിലാണ്. ഇതിന്റെ വൈജ്ഞാനിക ചികിത്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയോട് വെറുപ്പ്, പക, അസൂയ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ആരെയാണോ വെറുക്കുന്നത് ആ വ്യക്തിക്ക് യാതൊരു ഉപദ്രവവും ഇല്ല, അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മറിച്ച് അത് പേറി നടക്കുന്ന, തലയിൽ പേറി നടക്കുന്ന ഈ മനുഷ്യനാണ് ശിക്ഷ അനുഭവിക്കുന്നത്. അതൊരു ശിക്ഷയാ. ഞാൻ എന്തിനീ ശിക്ഷ അനുഭവിക്കണം? മറ്റവനോടുള്ള പകയും കൊണ്ട് നടന്ന് തീർക്കാനുള്ളതാണോ എന്റെ ജീവിതം? ഞാൻ എന്തിനിങ്ങനെ വിഷമിക്കണം? ഈ തിരിച്ചറിവുണ്ടാകുന്ന സമയത്താണ് മനുഷ്യൻ നന്നാവുക. അവൻ അവന്റെ ദുഃഖവും പേറി ജീവിക്കേണ്ടവനല്ല. അതുപോലെ തന്നെ അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നത് മാപ്പ് കൊടുക്കാനാണ്, പക കൊണ്ട് നടക്കാനല്ല. എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മാപ്പ് ലഭിക്കണം, അതുകൊണ്ട് ഞാനും മാപ്പ് ചെയ്യണം എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ ഈ രോഗം ചികിത്സിച്ച് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഈ ചിന്തയും പ്രാർത്ഥനയും മാത്രം പോരാ, ചില ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മൾ നന്നാകാൻ. ഒന്നാമത്തെ ഇടപെടൽ, അതിന്റെ നേരെ വിപരീതമായ പ്രവർത്തനങ്ങൾ, കേടുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് നേരെ വിപരീതമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സ്നേഹിക്കാൻ ശ്രമിക്കുക, നല്ല ഉപദേശങ്ങൾ നൽകാൻ ശ്രമിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരെ പ്രശംസിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ നല്ല സംഗതികളാണ് എന്ന രൂപത്തിൽ അവരെ പ്രശംസിക്കുക. അത് ആത്മാർത്ഥമായിട്ടാകണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഖൽബുൻ സലീം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അല്ലാതെ ഒരു ഖൽബുൻ സലീം വേണം എന്നിങ്ങനെ
വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ മനസ്സ് നമ്മൾ പരിശോധിക്കണം. വല്ലാത്തൊരു പ്രതിഭാസമാണ് നമ്മുടെ മനസ്സ്. അതിനെ ചികിത്സിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. അതിന്റെ ആകത്തുകയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അങ്ങനെ നല്ലൊരു മനുഷ്യനായതിന് ശേഷമാണ് ഇബാദത്ത് കൊണ്ട്, അതല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കൂടുതൽ നമ്മെ അലങ്കരിക്കേണ്ടത്. അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ചില ഹദീസുകൾ ഇവിഷയമായി വീണ്ടും നമ്മൾ കേൾക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. എന്നെ നിയോഗിക്കപ്പെട്ടത് തന്നെ ഉത്തമ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നല്ല സ്വഭാവമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക, അതിനു വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, അൽ മുസ്ലിം, ആരാണ് നല്ലൊരു മുസ്ലിം? നമ്മൾ സാധാരണ വിലയിരുത്താറുള്ളത് പള്ളിയിൽ ഉണ്ടാകാറുണ്ട്, നിസ്കാരത്തയമ്പുണ്ട്, പിന്നെ അതുപോലുള്ള കുറെ കർമ്മങ്ങൾ. ആ രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ നന്മയെ സാധാരണഗതിയിൽ വിലയിരുത്താറുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാ ആളുകളും രക്ഷപ്പെടണം. ഓനാ മുസ്ലിം. എന്നെ കൊണ്ട് മോശമായിട്ടൊന്നും അവൻ പറയൂല എന്നെല്ലാവർക്കും തോന്നണം. കിട്ടുന്ന തക്കം നോക്കിയിട്ട് വെറും ആക്ഷേപം മാത്രം പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കണം. വലിയ കേടാണത്. ആർക്കുമല്ല, ആ പറയുന്നവർക്ക് മാത്രാണ്, കുറ്റപ്പെടുത്തുന്നവർക്ക് മാത്രാണ്. ആ പോക്ക് നരകത്തിലേക്കാണ്, സ്വർഗത്തിലേക്കല്ല. അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ആരൊക്കെ രക്ഷപ്പെടണമോ അവരെല്ലാവരും രക്ഷപ്പെടണം. അങ്ങനെ ജീവിച്ചാൽ റസൂലുള്ളാഹി പറയുന്നു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദി യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുലുഖ്. നാളെ മഹ്ശറയിൽ എത്തിയിട്ട് അഅമാലുകൾ തൂക്കുമ്പോ നന്മയുടെ ത്രാസിൽ എടുത്തു വെക്കുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കനമുള്ള വസ്തു ഹുസ്നുൽ ഖുലുഖ്, അതാണ് സൽസ്വഭാവം. നിസ്കാരം എടുത്തു വെക്കുന്നുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോഴാണ് മനുഷ്യന്റെ സൽസ്വഭാവം എടുത്തു വെക്കുന്നത്. അതിനാണ് ഏറ്റവും വലിയ കനമെന്ന് മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ അബ്ദി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നുൽ ഖുലുഖ്. ഏറ്റവും നല്ല സ്വഭാവം. നമസ്കാരത്തിൽ വരെ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അത് പള്ളിയിൽ വരുന്ന സമയത്താകട്ടെ, ദുർഗന്ധമുണ്ടാകുന്നത് ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ വരണ്ടെന്ന. പള്ളിയിൽ പോവാണോ ദുർഗന്ധമുള്ള വേണ്ട. സാധാരണഗതിയിൽ ഉള്ളിൽ നിന്നല്ല പറയാ. അന്ന് സിസറില്ലല്ലോ. റസൂൽ ഇത് പറയുമ്പോ ഉണ്ടെങ്കിൽ അതായിരുന്നു പറയാ. ദുർഗന്ധമുള്ളതുമായി ആളുകൾ കൂടുന്നിടത്ത് വരരുത്, കാരണം ജനങ്ങൾക്ക് ഉപദ്രവമാണ്. ഇനി സഫായി നിൽക്കുന്ന സമയത്ത് അവരെയും ആർക്കും ഉപദ്രവം ഉണ്ടാകരുത്. ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായി എല്ലാവരുടെയും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് ചേറിട്ടുള്ള നിസ്കാരം. ആദ്യകാലത്തൊന്നുമില്ല.
നിന്ന് നിസ്കരിക്കുക, നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കുക, ഇരുന്നിട്ട് നിസ്കരിക്കാം. ഇനി ചേറിട്ട് നമസ്കരിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റും. ഈ അടുത്ത കാലത്ത് പറഞ്ഞല്ലോ, വ്യാപകമായുണ്ട്. പണ്ഡിതന്മാർ അതൊരു റുഖ്സയായി, ഒരെളുപ്പമായി അതിനെ വിലയിരുത്തുന്നുണ്ട്. അപൂർവം ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ബിദ്അത്താണ്, ഒരു പുതിയ സംഗതിയാണ് എന്ന് അപൂർവം ചില ആളുകൾ പറയുന്നുണ്ട്. ഏതോ ആയിക്കോട്ടെ, അതെന്തോ ആകട്ടെ, ആവശ്യമാകുമ്പോൾ ചേറിട്ട് നമുക്ക് നമസ്കരിക്കാം. ബിദ്അത്താണ് എന്നുള്ളതിനൊന്നും തെളിവൊന്നുമില്ല. പക്ഷെ അതിട്ട് നിസ്കരിക്കും ആർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇന്ന് പല പള്ളിയിലും ചേറിട്ട് നിസ്കരിക്കുമ്പോൾ ബേക്കിലുള്ളവൻ നിസ്കരിക്കാൻ കഴിയൂല. അവൻ സുജൂദ് ചെയ്യുമ്പോൾ മുന്നിലുള്ളവന്റെ ചെയർ ബുദ്ധിമുട്ടാകുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്വന്തം സ്ഥലത്ത് ചേറിടണം. ആർക്കൊരു ബുദ്ധിമുട്ടില്ല. സ്വന്തം സ്ഥലം ഏതാ? ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ നിന്നാൽ അവന്റെ കാൽപാദത്തിന്റെയും നെറ്റിയുടെയും ഇടയിലുള്ള സ്ഥലം, സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി വെക്കുന്ന സ്ഥലത്തിന്റെയും ഇടയിലുള്ള സ്ഥലം, അത് അവന്റെ സ്ഥലം. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് വരെ അതിന്റെ മുന്നിലൂടെ വേറെ ആർക്കും നടക്കാൻ പറ്റൂല, അവിടെ പോയി അവനെ ശല്യം ചെയ്യാൻ പറ്റൂല. അത് അവന്റെ സ്ഥലമാണ്. ആ സ്ഥലത്ത് ചേറിടണം. അപ്പൊ ചേറിന്റെ കാല് പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നവന്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് നീക്കിയിട്ടാലോ അത് കയ്യേറലാണ്, മറ്റവന്റെ സ്ഥലം കയ്യേറലാണ്. മറ്റവന്റെ സ്ഥലം കയ്യേറിയിട്ട് അവനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇവിടെ നിസ്കരിച്ചിട്ട് എന്ത് വാങ്ങാനാ? സ്വർഗം വാങ്ങാനോ? ഒരു മനുഷ്യനെയും ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ മുന്നിൽ ചേറിട്ട് അല്പം മുന്നിലായി പോയി, നിൽക്കുമ്പം കുറച്ച് മുന്നിലായിട്ട് തോന്നും. അങ്ങനെ തോന്നിക്കോട്ടെ. അദ്ദേഹത്തിന് സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടുള്ള ഒരു ഇളവല്ലേ, ആ ഇളവ് അദ്ദേഹത്തിന് മാത്രം ബാധകമാണ്. അദ്ദേഹം കുറച്ച് മുന്നിലായി പോയാലൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ആ ന്യൂനത തീർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ എല്ലാ രൂപത്തിലും ജനങ്ങളെ പരിഗണിക്കുകയും എല്ലാവർക്കും ഉപകാരമായി വരികയും ചെയ്യണമെന്ന ഒരു തത്വമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവക്കാരായി, ഏറ്റവും നല്ല സംസാരക്കാരായി, ഏറ്റവും നല്ല പ്രവർത്തകന്മാരായി, ആളുകളോട് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് കൈപിടിച്ച്, ഒരു കുറഞ്ഞ കാലല്ലേ ഇവിടെ ഉള്ളൂ, എന്തിനാണ് നീ കമണ്ട് പിടിച്ച് ഒന്ന് ചിരിക്കാൻ പിശുക്ക് കാണിച്ച് അങ്ങ് നിറങ്ങി വന്നവരെ പോലെ നമ്മൾ ആഢ്യത്വത്തോടു കൂടി ഇവിടെ ജീവിക്കണം. വളരെ മയമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ എത്ര തിരക്കുള്ള മനുഷ്യനാ മഹാനായ റസൂൽ. അവിടുന്ന് കൈപിടിക്കും, സലാം പറയും, സംസാരിക്കും. സഹാബാക്കൾ കൈ വിട്ടുകൊടുക്കല. റസൂൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച്, ഒരുപാട് പണിയുള്ള ആളല്ലേ, എന്തെല്ലാം മേഖലയുണ്ട്, ആളുകൾ അങ്ങോട്ട് വിട്ടുകൊടുക്കല. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവക്കാരനായി ജീവിച്ച് കാണിച്ചിട്ട് ജീവിക്കുന്ന ഖുർആനായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലേ പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. പാരായണം ചെയ്യാൻ ഒരു ഖുർആൻ, നടക്കുന്ന ഒരു ഖുർആൻ, അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ അനുസരിച്ച് അങ്ങനെ ജീവിക്കണം, അതായിരുന്നു അവിടുത്തെ ജീവിതം. അങ്ങനെ വളരെ നയത്തോടുകൂടി, മയത്തോടുകൂടി ആളുകളോട് ഇടപഴകുക അള്ളാഹു അംഗീകരിച്ചു റസൂലിന്റെ സ്വഭാവം. എന്നിട്ട് പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായ സ്വഭാവം തന്നെയാണ് റസൂലേ അങ്ങയുടെ സ്വഭാവം. ആരാ പുകഴ്ത്തുന്നത്? അള്ളാഹുവാണ് അംഗീകാരം കൊടുത്തത്. അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, താങ്കളെങ്ങാനും ഒരു പരുക്കനായിരുന്നെങ്കിൽ, കടുകട്ടിയുള്ളവനായിരുന്നെങ്കിൽ പോയി കളയുമായിരുന്നു റസൂലെ അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് പ്രവർത്തകന്മാർ. പക്ഷെ അവര് പോകാത്തത്, അവരെപ്പോഴും അടുപ്പം കൂടുന്നത് താങ്കൾ ഏറ്റവും നല്ല ഒരു സ്വഭാവക്കാരനായത് കൊണ്ടാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ ഒരു പറ്റ യുവാക്കൾ 20 ദിവസത്തോളം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ക്യാമ്പ് ചെയ്ത് റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് പഠിച്ചു, നമസ്കാരം പഠിച്ച് മനസ്സിലാക്കി. അവസാനം അവർക്ക് പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അവരെ റസൂൽ തിരിച്ചയക്കുന്ന രംഗമുണ്ട്. അപ്പോൾ അവര് പറയുന്നുണ്ട്, നല്ല സ്വഭാവക്കാരനായിരുന്നു റസൂൽ, ഞങ്ങളോട് യാതൊരുവിധ ഭാരിച്ച സംഗതികളും
റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടില്ല. വളരെ മയമായിരുന്നു, നല്ല നയമായിരുന്നു റസൂലുള്ളാഹിയുടെ പെരുമാറ്റം. ആ രൂപത്തിൽ നല്ലവരായി തീരാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അങ്ങനെ നല്ല സ്വഭാവക്കാരാക്കി പരിവർത്തനപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവർക്കും കഴിയുന്ന ഉപകാരം ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയാൽ നമ്മെ സംബന്ധിച്ച് ഒരു മോശം ആർക്കും പറയാനില്ലാത്ത രൂപത്തിൽ നല്ലവനായിരുന്നു എന്ന് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള നല്ലൊരിടപഴക്കം, ജനങ്ങളോട് ഇടപഴകാൻ, അതിൽ അള്ളാഹുവിന് സമർപ്പിച്ച് ഇഖ്ലാസ് ഉണ്ടാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, സൽസ്വഭാവികളായി മുസ്ലിമായി ജീവിച്ച് അവസാനം ഈമാനോടുകൂടി മരണപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ ഞങ്ങളുടെ കുടുംബത്തിന് നല്ലവരാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ അയൽവാസികൾക്ക് നല്ലവരാക്കണേ റഹ്മാനെ. സുഹൃത്തുക്കൾക്ക് നല്ലവരാക്കണേ റഹ്മാനെ. നാട്ടുകാർക്ക് നല്ലവരാക്കണേ റഹ്മാനെ. മനുഷ്യകുലത്തിന് നല്ലവരാക്കണേ റഹ്മാനെ. സർവചരാചരങ്ങൾക്കും നല്ലവരാക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.